ജയ് ശ്രീറാം, ജയ് ശ്രീകൃഷ്ണ. ഇന്ത്യയിലോ ഇന്ത്യൻ പാർലമെന്റിലോ ഈ വിളി പുതിയതല്ല. എന്നാൽ US പാർലമെന്റിലോ ആണെങ്കിലോ US സെനറ്റിൽ ഞെട്ടിച്ച ജയ് ശ്രീകൃഷ്ണ വിളിയാണ് ലോകം ചർച്ച ചെയ്യുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ പിക് കാഷ് പട്ടേൽ സെനറ്റ് കൺഫർമേഷൻ ഹിയറിംഗ് കേൾക്കുന്നതിനായി സെനറ്റ് ജുഡീഷ്യറി കമ്മിറ്റിക്ക് മുമ്പാകെ വാഷിംഗ്ടണിൽ ക്യാപിറ്റലിൽ ഹാജരായി. തന്റെ സെനറ്റ് കൺഫർമേഷൻ ഹിയറിംഗിൽ ജയ് ശ്രീകൃഷ്ണ എന്ന് ചൊല്ലി മാതാപിതാക്കളെ അഭിവാദ്യം ചെയ്ത് കാഷ് പട്ടേൽ ഇന്ത്യയുടെ സംസ്കാരവും പൈതൃകവും ഉയർത്തിപ്പിടിച്ചു. ഹിയറിംഗിൽ പങ്കെടുക്കാൻ ഇന്ത്യയിൽ നിന്നെത്തിയ മാതാപിതാക്കളോടും സഹോദരിയോടും നന്ദിയും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസ്താവന ആരംഭിച്ചത്. ഇന്നിവിടെ ഇരിക്കുന്ന എൻ്റെ അച്ഛനെയും അമ്മയെയും സ്വാഗതം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവർ ഇന്ത്യയിൽ നിന്ന് ഇവിടെ എത്തി. എൻ്റെ സഹോദരിയും ഇവിടെയുണ്ട്. ഇന്ന് ഇവിടെ എന്നോടൊപ്പം ഉണ്ടായിരിക്കാൻ അവൾ സമുദ്രങ്ങൾ താണ്ടി ഇവിടെ എത്തി. ജയ് ശ്രീകൃഷ്ണ. I'd like to welcome my father, Pramod, and my mother, Anjana, who are sitting here today. They traveled here to get here from India. My sister's also here, Nisha. She also traversed the oceans just to be with me here today. It means the world that you guys are here. Jai Shri Krishna. FBI-യുടെ തലപ്പത്തേക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുത്ത ഇന്ത്യൻ വംശജനായ പട്ടേൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടുവെന്ന് അദ്ദേഹം വാദിക്കുന്ന നിയമനിർവഹണ ഏജൻസിയിൽ പൊതുജന വിശ്വാസം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥിയായി സ്വയം സ്ഥാപിച്ചു. 2023 മുതലുള്ള സ്ഥിതിവിവര കണക്കുകൾ പരാമർശിച്ചുകൊണ്ട് പട്ടേൽ തന്റെ പ്രാഥമിക ലക്ഷ്യമായി അക്രമാസക്തമായ കുറ്റകൃത്യങ്ങളെ നേരിടുന്നതിൽ ഊന്നൽ നൽകി. 2023 മാത്രം 1 ലക്ഷം ബലാത്സംഗങ്ങളും 1 ലക്ഷം മയക്കുമരുന്ന് കേസുകളും 17,000 കൊലപാതകങ്ങളും ഉണ്ടായി. FBI-യുടെ മുൻഗണന കമ്മ്യൂണിറ്റികൾ സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുന്നതിലായിരിക്കുമെന്ന് പട്ടേൽ ഉറപ്പു നൽകി. കോൺഗ്രസുമായി കൂടുതൽ സഹകരിക്കുമെന്നും അദ്ദേഹം പറയുന്നു. വിവരങ്ങൾക്കായുള്ള ഉചിതമായ എല്ലാ അഭ്യർത്ഥനകളോടും പ്രതികരിക്കുമെന്ന് പട്ടേൽ വാഗ്ദാനം ചെയ്തു. കോൺഗ്രസ് അംഗങ്ങൾ സമർപ്പിച്ച 100 കണക്കിന് ചോദ്യങ്ങൾക്ക് അടുത്ത കാലത്തായി FBI ഉത്തരം നൽകിയിട്ടില്ല എന്നും പട്ടേൽ സ്ഥാനത്തെത്തിയാൽ ഇനി ഇങ്ങനെ സംഭവിക്കില്ല എന്നും വിവരങ്ങൾക്കായുള്ള ഉചിതമായ എല്ലാ അഭ്യർത്ഥനകൾക്കും വേഗത്തിലും പൂർണ്ണമായും പ്രതികരിക്കുമെന്നും പട്ടേൽ ഉറപ്പിച്ചു പറഞ്ഞു. ഹിയറിംഗിൽ പ്രസിഡന്റിനോടുള്ള തന്റെ വിശ്വാസ്യതയെക്കുറിച്ച് സെനറ്റ് ഡെമോക്രാറ്റുകളിൽ നിന്ന് ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അമേരിക്കയുടെ നിയമനിർവഹണ ഏജൻസിയായ FBI-യുടെ സ്വാതന്ത്ര്യവും പരമാധികാരവും സത്യസന്ധതയും സംരക്ഷിക്കാൻ പട്ടേലിനാകുമോ എന്നത് പരീക്ഷിക്കാനാണ് കർശനമായ സൂക്ഷ്മ പരിശോധന. സധൈര്യം പട്ടേൽ ഒക്കെയും നേരിട്ടു. FBI മേധാവിയായി ട്രംപ് തിരഞ്ഞെടുത്ത പട്ടേലിന്റെ നാമനിർദ്ദേശം US രാഷ്ട്രീയ രംഗത്ത് ഒരുപോലെ വാദങ്ങളും വിവാദങ്ങളും സൃഷ്ടിച്ചിരുന്നു. ഇന്ത്യൻ വേരുകളുമായും ജീവിതത്തിൽ കുടുംബത്തിന്റെ പ്രാധാന്യവുമായുള്ള ബന്ധത്തെ ചടങ്ങിൽ പ്രകടമാക്കി പട്ടേൽ. ഇന്ത്യൻ ആത്മീയതയും സാംസ്കാരിക സത്വത്തെയും ചേർത്ത് പിടിച്ച പട്ടേലിന് ഇന്ത്യയുടെയും കൈയടി.